ഡിസൈൻ ഓഫ് ഗിയേഴ്സ്. അതിനകത്ത് ഡിസൈൻ ഓഫ് സ്പർ ഗിയർ ആണ് തേർഡ് മോഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗിയർ എന്ന് പറഞ്ഞാൽ is defined as the toothed element which is used for transmitting rotary motion from one shaft to another shaft. റോട്ടറി മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഗിയർ എന്ന് പറയുന്നത്. വേറെ ഏതൊക്കെ ഡിവൈസ് ഉള്ളത്? ബെൽറ്റ് ഡ്രൈവ്സ് ഉണ്ട്, റോപ്പ് ഡ്രൈവ്സ് ഉണ്ട്, ചെയിൻ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഗിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഒക്കെ ചെയ്യല്ല. അതായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ റെഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ബാക്കിയുള്ള ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഡ്രോപ്പ് ഡ്രൈവ്സിനാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് എക്സാക്ട് വെലോസിറ്റി റേഷ്യോ. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റ് എ ലാർജ് പവർ. സാധാരണ നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൽ ചെയ്യാൻ പറ്റാത്ത സ്ലിപ്പ് കാരണം ചെയ്യാൻ പറ്റാത്ത ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ എഫിഷ്യൻസി ആണ്, റിലയബിൾ ഓഫ് സർവീസ് ആണ്, പിന്നെ കോമ്പാക്റ്റ് ആണ് കുറച്ചുകൂടെ. പിന്നെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് പറയുന്നത്. കാരണം ഇത് ഗിയറിൻ്റെ ടൂത്ത് പ്രൊഫൈൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇക്വിപ്മെൻറ്റ്സും മറ്റുമൊക്കെ വേണ്ടി വരും. ഓക്കെ, പിന്നെ ഒരു എറർ, അത് ടീത്തിൻ്റെ കട്ടിങ്ങിനകത്ത് വരുന്ന എറർ എന്ന് പറയുന്നത് ആ ഗിയറിൻ്റെ വൈബ്രേഷനും നോയ്സിനും ഒക്കെ ഇടയാക്കും. ഓക്കെ, സോ ഇത്രയാണ് അഡ്വാൻറ്റേജ് പറഞ്ഞത്. പിന്നെ അക്കോർഡിംഗ് ടു ദ ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് 3 ടൈപ്പ് ഉണ്ട്: പാരലൽ, ഇന്റർസെക്റ്റിംഗ് ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ്. പാരലലിനകത്ത് വരുന്നതാണ് സ്പർ ഗിയർ, സെക്കൻഡ് വൺ ഹെലിക്കൽ ഗിയർ, തേർഡ് വൺ ഡബിൾ ഹെലിക്കൽ ഗിയർ, ആൻഡ് ഇന്റർസെക്റ്റിങ്ങിനകത്ത് ബിവൽ ഗിയർ. തേർഡ് വൺ നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലൽ ആണ് വേം ആൻഡ് വേം ഗിയർ. ഓക്കെ, സോ സ്പർ ഗിയർ എന്ന് പറയുന്നത് വെൻ ദ ടീത്ത് ഈസ് പാരലൽ ടു ദ ആക്സിസ്, ഗിയർ ആക്സിന് പാരലൽ ആയിട്ടാണെങ്കിൽ അത്തരം ഗിയേഴ്സിനാണ് പറയുന്നത് സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പാരലൽ ആയതുകൊണ്ട് തന്നെ ആക്സിയൽ ത്രസ്റ്റ് ലോഡ്സ് ആക്ട് ചെയ്യില്ല. ഇതിങ്ങനെ ഒരു രണ്ട് തമ്മിൽ മെഷ് ചെയ്തിരിക്കുമ്പോൾ ആക്സിയലായിട്ട് റേഡിയൽ ആയിട്ടുള്ള ലോഡ് മാത്രമേ വരുള്ളൂ. ഇതുപോലെ ആക്സിയൽ ആയിട്ടുള്ള ലോഡ് ഇതിനകത്ത് ഉണ്ടാവില്ല. സ്മോൾ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്: ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ, ഓസിലേറ്റിംഗ് സ്പ്രിംഗ്ലർ, വൈൻഡ് അപ്പ് അലാം ക്ലോക്ക്, വാഷിംഗ് മെഷീൻ, ക്ലോത്ത് ഡ്രയർ, അങ്ങനത്തെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ഇത്തരം സ്പർ ഗിയർസ് ഉപയോഗിക്കുന്നത്. ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ടീത്ത് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ടു ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഈ ഒരു ചെറിയൊരു ആംഗിൾ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും ഈ ആക്സുമായിട്ട്. ഓക്കെ, അത്തരം ആണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആംഗിൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ എൻഗേജ്മെന്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലായിട്ടൊരു എൻഗേജ്മെന്റ് ഇതിനകത്ത് പോസിബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് മെഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനകത്തേക്ക് എൻഗേജ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഗ്രാജുവൽ എൻഗേജ്മെന്റ് ഓഫ് ദ ടീത്ത് ഡ്യൂറിങ് മെഷിംഗ് ആൻഡ് ട്രാൻസ്മിറ്റ് മോഷൻ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. പിന്നെ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത് ഗ്രാജുവൽ എൻഗേജ്മെന്റ് മേക്സ് ഹെലിക്കൽ ഗിയർസ് ഓപ്പറേറ്റ് മച്ച് മോർ സ്മൂത്ത്ലി. അതായത് ഈ ഗ്രാജുവൽ എൻഗേജ്മെന്റ് കൊണ്ട് തന്നെ ഇത് സ്മൂത്ത് ആയിരിക്കും, പിന്നെ ക്വയറ്റ് ഓപ്പറേഷൻ ആയിരിക്കും ദാൻ സ്പർ ഗിയേഴ്സ്. ദെൻ മെഷീൻ ഗിയറിന്റെ ടീത്തുകൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാക്കുക. അതായത് ഒന്ന് ഒരു ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ, അതായത് ഗിയർ ഷുഡ് ബി ലെഫ്റ്റ് ഹാൻഡ് കട്ട് ഓർ അതർ ദാൻ റൈറ്റ് ഹാൻഡ് കട്ട്. അതൊന്ന് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ മറ്റേത് റൈറ്റ് ഹാൻഡ് കട്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഹെലിക്കൽ ഗിയറിനകത്ത് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ഇമ്പാക്ട് സ്ട്രെസ്, റിഡക്ഷൻ നോയ്സ്, പിന്നെ യൂസ്ഡ് ടു ഹയർ വെലോസിറ്റി. നമുക്ക് ലാർജ് വെലോസിറ്റിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഓട്ടോമൊബൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെലിക്കൽ ഗിയേഴ്സ് ആണ്. പിന്നെ ഗ്രേറ്റർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻഡ് ത്രസ്റ്റ് ആണ്. എൻഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ആക്സിയൽ ലോഡ് ഇതിനകത്ത് വരും. ഓക്കെ, മറ്റതിനകത്ത് അങ്ങനെ ഒരു ത്രസ്റ്റ് ലോഡ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ എൻഡ് ത്രസ്റ്റ് കൊണ്ട് തന്നെ ഇത് ഗിയറിനകത്ത് നിന്ന് ലൂസായിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ഈ ഒരു എൻഡ് ത്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഹെലിക്കൽ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഓപ്പോസിറ്റ് കട്ടുള്ള ഗിയറുകൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത പോലെ ആയിരിക്കും ഈ ഒരു ഹെറിംഗ് ബോൺ ഗിയർ ഉണ്ടാവുക. ഇതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എൻഡ് ത്രസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, മോസ്റ്റ്ലി യൂസ് ഫോർ ഹെവി മെഷീനറിയിലാണ് നമ്മൾ അധികം ഇത് ഉപയോഗിക്കുന്നത്.
പിന്നെ ബിവൽ ഗിയേഴ്സ് നമുക്കറിയാം. അതിനകത്ത് ഷാഫ്റ്റുകൾ തമ്മിൽ ഒരു 90 ഡിഗ്രി അപ്പാർട്ടായിട്ടുള്ള ആണെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് തമ്മിൽ മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിവൽ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷാഫ്റ്റ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യേണ്ട അവസരങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ടീത്തിൻ്റെ അകത്ത് നിന്ന് സ്ട്രെയിറ്റ് ഉണ്ട്, സ്പൈറൽ ഉണ്ട്, ഹൈപ്പോയിഡ്, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ലോക്കോമോട്ടീവ്സ്, ഓട്ടോമൊബൈൽസിൽ അതൊക്കെ നമ്മുടെ എന്താ പറയുക ഡിഫറൻഷ്യലിലൊക്കെ ഉപയോഗിക്കുന്ന ഗിയേഴ്സ് ബിവൽ ഗിയേഴ്സ് ആണ്. സോ ഇതാണ് ബിവൽ ഗിയർ. ഇതിനകത്ത് സ്ട്രെയിറ്റ് ഉണ്ട്, പിന്നെ ഹെലിക്കലും ഉണ്ട്. വേം ആൻഡ് വേം ഗിയർ. ഇതിനകത്ത് 2 ടൈപ്പ് ഗിയർ ഉണ്ടാവും. ഒരു വേം ഉണ്ടാവും, പിന്നെ ഒരു ഗിയറും ഉണ്ടാവും. ഓക്കെ, ഇതിന് വേം ഗിയർ എന്ന് പറയും, ഇതിന് വേം എന്ന് പറയും. ഇതിനകത്ത് നോൺ ഇന്റർസെറ്റിംഗ്, നോൺ പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഗിയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ മെഷീനറി, മെഷീൻ ടൂൾസ്, ഓട്ടോമൊബൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഗിയറാണിത്. ഓട്ടോമൊബൈൽസിനകത്താണെങ്കിൽ നമ്മുടെ ഈ സ്റ്റിയറിങ്ങിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഗിയറാണ് ഈ വേം ആൻഡ് വേം ഗിയർ എന്ന് പറയുന്നത്. the main important എന്ന് പറഞ്ഞാൽ വേം ക്യാൻ ഈസിലി ടേൺ ദ ഗിയർ. ഈ വേമിന് ഗിയറിന് ടേൺ ചെയ്യാൻ പറ്റും, പക്ഷെ തിരിച്ചിട്ട് ഗിയറിന് ടേണിങ് വേമിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗിയർ ടെർമിനോളജിയാണ് അടുത്ത് നോക്കുന്നത്, അതായത് ടേംസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ഗിയർ. സോ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങളാണ്. ഒരു ഗിയറിൻ്റെ പ്രൊഫൈൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ആസ്പെക്ട്സ് ഏതാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, പിച്ച് സർക്കിൾ. ഇറ്റ് ഈസ് എൻ ഇമേജ് സർക്കിൾ വിച്ച് ബൈ പ്യുവർ റോളിംഗ് ആക്ഷൻ വുഡ് ഗീവ് ദ സെയിം മോഷൻ ഓഫ് ദ ആക്ച്വൽ ഗിയർ. അതായത് ഗിയറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് 2 എന്താ പറയുക സർക്കിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് തമ്മിൽ എക്സാക്ട് റോളിംഗ് ആക്ഷനിൽ നമുക്ക് തരുന്ന സെയിം ആക്ച്വൽ ഗിയർ റേഷ്യോ തന്നെയാണ് തരിക, അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ തന്നെ തരിക. ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലൊരു പിച്ച് സർക്കിൾ മേലെയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ഈ ഒരു പിച്ച് സർക്കിളിലായിരിക്കും കോൺടാക്ട് ചെയ്യുക. പിച്ച് സർക്കിൾ ഒരു പോയിന്റിൽ കോൺടാക്ട് ആയിട്ടുണ്ടാവുക. അതായത് മേറ്റിംഗ് ഗിയേഴ്സ് തമ്മിൽ കോൺടാക്ട് വരുന്നത് എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഒരു പോയിന്റിലാണെന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ ആ പോയിന്റിനാണ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് പിച്ച് സർക്കിൾ. സോ അതിൻ്റെ ഡയമീറ്റർ ആണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ. Pitch circle. Size of the gear is usually specified by the pitch circle diameter. It is also known as pitch diameter. And pitch point എന്ന് പറയുന്നത് ഈ 2 പിച്ച് സർക്കിൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then pressure angle. Pressure angle എന്ന് പറയുന്നത് angle between common normal to the gear teeth and the point of contact at the common tangent to the pitch circle at the pitch point. നോക്കിയാൽ മതി, ഇതിൻ്റെ 2 പ്രൊഫൈൽസിലെ അതിൻ്റെ കോമൺ നോർമലും പിന്നെ ഇതിൻ്റെ കോമൺ ടാൻജൻറ്റും ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇത് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിളിനാണ്, അല്ലെങ്കിൽ കോമൺ ടാൻജൻറ്റും ഈ കോമൺ നോർമലും ആയിട്ടുള്ള ഈ ആംഗിളിനാണ് പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കിയാൽ മതിയോ. ഇതൊരു പിച്ച് സർക്കിളാണ്, ഇതൊരു പിച്ച് സർക്കിളാണ്. അത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റാണ് പിച്ച് പോയിന്റ്. സോ ഇതാണ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് പ്രഷർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 14.5 degrees to 20 degree. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രഷർ ആംഗിൾസ് വരുന്നത്. ദെൻ സർക്കുലർ പിച്ച്, ഡിസ്റ്റൻസ് ഫ്രം one tooth to the next along the pitch circle. അത് നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റേ രണ്ടാമത്തെ ടൂത്തിൻ്റെ പോയിന്റിലേക്കുള്ള സർക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പിച്ച് സർക്കിളിലൂടെയുള്ള റേഡിയൽ ഡിസ്റ്റൻസിനാണ് പറയുന്നത് സർക്കുലർ പിച്ച് എന്ന്. അതെന്ന് പറയുന്നത് PC, റെപ്രസെൻ്റ് PC ആണ്. πD/z. Z എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത്, അതിനകത്തുണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത്. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പിച്ച് സർക്കിൾ, ആണ് സർക്കുലർ പിച്ച്. ദെൻ ഡയമീറ്റർ പിച്ച്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ടു ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡ് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്ററിനെയാണ് നമ്മൾ ഡയമീറ്റർ പിച്ച് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് PD ആണ്. സോ PD എന്ന് പറയുന്നത് Z/D ആണ്. സോ PC നമ്മൾ കഴിച്ചു π × M. M എന്താണെന്ന് പറയാം, മോഡ്യൂൾ.
മോഡ്യൂൾ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. ഇവിടെ പി ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്റർ. സോ 1/PD ആയിരിക്കും നമ്മളെ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ D/Z ആണ്, പി ഡി എന്ന് പറഞ്ഞാൽ Z/D. അപ്പോൾ ഇവിടെ നമുക്ക് പി സി എന്ന് പറയുന്നത് പൈ ഇൻറ്റു എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം പി സി നമ്മൾ ഇപ്പോഴത്തെ എഴുതി പി സി ഈക്വൽ ടു പൈ ഇൻറ്റു D/Z. ഇവിടെ D/Z എം ആയതുകൊണ്ട് പൈ ഇൻറ്റു എം എഴുതാം. സോ അങ്ങനെ പി ഡി എന്ന് പറയുന്നത് പൈ ബൈ പി സി എന്ന് എഴുതാൻ പറ്റും. സോ രണ്ട് എക്സ്പ്രഷനാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. Then gear ratio is also known as speed ratio. Ratio of number of teeth on the gear to the number of teeth on the pinion. Pinion എന്ന് പറയുന്നത് ഈ രണ്ട് ഗിയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഗിയറും ഒന്ന് പിനിയനുമാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ ടു ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ. സോ Z2/Z1. Z2 എന്ന് പറയുന്നത് ഗിയറിനകത്തുള്ള നമ്പർ ഓഫ് ടീത്ത് ആണ്, Z1 എന്ന് പറയുന്നത് പിനിയനകത്തുള്ള നമ്പർ ഓഫ് ടീത്ത് ആണ്. That is equal to N1/N2. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക, റെസിപ്രോക്കൽ ആണ് വരിക. ഓക്കെ, Z1 എന്ന നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ. ദെൻ ട്രാൻസ്മിഷൻ റേഷ്യോ. ഇവിടെ ഒരു സീരീസ് ഓഫ് ഗിയേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ആംഗുലർ സ്പീഡ് ഓൺ ദ ഫസ്റ്റ് ഡ്രൈവിംഗ് ഗിയർ ടു ദ ആംഗുലർ സ്പീഡ് ഓൺ ദ ലാസ്റ്റ് ഡ്രിവൺ ഗിയർ, ആ ഒരു റേഷ്യോ ആണ് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ റേഷ്യോ. അതായത് തുടങ്ങുന്ന ഗിയർ മുതൽ ലാസ്റ്റിലുള്ള അതിൻ്റെ ഉള്ള ആ ഒരു സ്പീഡ് റിഡക്ഷൻ റേഷ്യോ, അതിനാണ് ട്രാൻസ്മിഷൻ റേഷ്യോ എന്ന് പറയുന്നത്. Then addendum. Addendum is the radial distance of a tooth from the pitch circle to the top of the tooth. ഈ ഫിഗറിൽ നോക്കിയാൽ മതി, we can say that the top of the tooth to pitch circle, the radial distance from the top of the tooth to pitch circle, that is known as addendum. Like that, dedendum is equal to the radial distance from the pitch circle to the bottom of the tooth. Okay, is the radial distance from pitch circle to the bottom of the tooth. Then next one, center distance, the distance between the centers of two mating gears. Okay, this one O1 to O2 is known as the center distance and is represented as C. Okay, or A also. Okay, equal to D1 plus D2/2, or D1 എന്ന് പറയുന്നത് M into Z1 and D2 is M into Z2. Okay, that divided by 2, that is the center distance, and this is the terminology. Here we can see pressure angle, that is represented in phi, and this one is the center of pinion, and this is center of gear. Okay, pinion is always smaller, and we can see that here these are the profile, tooth profile. Okay, so pressure angle is the angle between this common tangent with respect to this pressure line. This is known as pressure line, and pressure line is always passing through the normal to these two mating surfaces, and this is known as addendum circle. The circle passes through the top of the tooth, and this one is pitch circle. And again this with the again there is dedendum circle. Okay, and next one, the important one, is that path of contact. So path of contact is the path traced by the point of contact of two mating teeth from the beginning to the end of engagement. Here when two gears meet, the engagement begins from this point, the C. Okay, and the engagement end from here, and here, and this radial distance, okay, that is known as path of contact. From the beginning of the contact to the end of the contact, that is known as path of contact. And next one, arc of contact, similar to path of contact. Like that, it is the arc traced from the pitch circle, from the beginning to the end of the contact. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെയാണ് നമ്മുടെ ബിഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ്. അവിടെയുള്ള നേരെ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുമ്പോൾ
ഉള്ള നമ്മുടെ പിച്ച് സർക്കിളിലെ പോയിന്റ് മുതൽ എൻഡിങ് വരെയുള്ള പിച്ച് സർക്കിളിലെ ഈ ആർക്കിനെയാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ ബോത്ത് ആർക്ക് ഓഫ് കോണ്ടാക്ട് ആൻഡ് path of contact are similar, but here the distance is arc length, and there are two parts, arc of approach and arc of recess. Okay, so this is arc of contact. Then gear terminology in length of the arc of the contact. So length of the arc of contact, length of path of contact by cos alpha. Here alpha is the pressure angle. Okay, so length of arc of contact by length of path of contact by cos alpha, that is length of the arc of the contact. Then next one, contact ratio. It is defined as the ratio of the length of the arc of contact divided by contact circular pitch. Ratio of the length of the arc of contact to circular pitch, that is contact ratio, and circular pitch is always represented as PC. Okay, so gears are generally designed to have a contact ratio larger than 1.2. So this is contact ratio. And next one, very important one, the law of gearing. So for designing a gear, it must satisfy the law of gearing. So law of gearing said that the common normal at the point of contact between a pair of teeth must always pass through the pitch point. In simple answer, we can see that this is the common normal. According to law of gearing, this common normal will always pass through the pitch point. So this one is the pitch point, the point of contact between two pitch circles. So according to law of gearing, this common normal must always pass through this pitch point. So that is an important theory in law of, in designing of gears. So every gear should design based on this. Okay, fulfill the tooth profile to maintain constant angular velocity ratio between the two gears. So for this constant angular velocity, the P must be the fixed point. That pitch point must always, that common normal at the point of contact between the pair of teeth must always pass through the pitch point. Okay, pitch point is a fixed point and it cannot be changed. So for designing to attain a constant angular velocity between the two gears, so this condition must satisfy. This is the fundamental condition which must satisfied while designing the profiles of the tooth of gear wheels. It is known as the law of gearing. Okay. So forms of gear teeth. Commonly there are two forms of gear teeth. First one is cycloidal profile and second involute profile. We know that a cycloid is a locus of a point on the circumference of a circle that rolls without slipping on the fixed straight line. So here's the line, and when a circle rolls over this the line and a point traces the path, that path is a cycloid. Okay, there are two types of cycloid: epicycloid. When this circle rolls over the rolls over another circle, then that profile is known as epicycloid. Locus of point of the circle or the circumference of the circle that rolls without slipping inside the circumference of another circle, that is known as hypocycloid. So there are two types of cycloids. Okay, so in gear tooth profile, the bottom side, that dedendum side, is mainly designed in hypocycloid profile, and the top portion that designed on epicycloid profile. So next one, involute. So involute is defined as the locus of a point on a straight line
which rolls without slipping on the circumference of a circle. So if you want a straight line or a twine here, and when we unwound this one, that path traced is known as involute. Okay, so gears are always designed in involute profile. So the circle on which the straight line rolls, this circle is known as base circle. So this is the involute profile. So when using involute tooth, there is an interference occurs. That interference is the phenomenon when the tip of the tooth undercuts the root of its merger gear. That is known as interference. So interference occurs on the involute tooth profile when this tip meet with the non-involute profile of the bottom portion. Okay, so that interference occurs. So interference is reduced by using undercuts on the gear tooth. So the this forms a deformation or a reduction in the strength of the gear. So this is the disadvantage in the design of involute tooth. So next one is an important, the minimum number of teeth of a gear. So that is find out by using this equation. Z minimum is equal to 2 by sine square alpha, where alpha is the pressure angle.